Hello dear students, welcome to CS Classroom. In this video lecture, നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. Number 1, unsigned binary number representation. Number 2, signed binary number representation. So let's start. മേജർ ടോപ്പിക് നമ്മുടെ ബൈനറി നമ്പർ റീപ്രസെൻറ്റേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പറിനെ റീപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്പേഴ്സ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, റിയൽ നമ്പേഴ്സ് ആവാം, ഡെസിമൽ നമ്പേഴ്സ് ആവാം, റൈറ്റ്. സോ നമ്മൾ യൂഷ്വലി നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മളൊരു ഹൈഫൻ സിമ്പിൾ വെച്ചിട്ട്, മൈനസ് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ റീപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ബൈനറി നമ്പറിനെ നമ്മൾ എങ്ങനെ ആ രീതിയിൽ നമ്മൾ നെഗറ്റീവ് നമ്പറിനെ നമുക്ക് എങ്ങനെ റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്, റൈറ്റ്. സോ അൺസൈൻഡ് റീപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, അൺസൈൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് പറയുന്നത്. അൺസൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് നമ്പേഴ്സ്, ഓൾറൈറ്റ്. സോ അതിൻ്റെ അൺആംബിഗ്യുവസ് ഇൻ നേച്ചർ ആണ്. അത് ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ ലെക്ചർ തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ ഉണ്ടാവും അൺആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം. അതുപോലെ സൈൻഡ് റിപ്രസെൻറ്റേഷൻ ആണ്. സൈൻഡ് റിപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിനും പോസിറ്റീവ് നമ്പേഴ്സിനും രണ്ടിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ്. സോ അൺസൈൻഡ് റിപ്രസെൻറ്റേഷൻ ഈസ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്, സൈൻഡ് റിപ്രസെൻറ്റേഷൻ ഈസ് ഫോർ പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് നമ്പേഴ്സ്, റൈറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മുഴുവൻ മനസ്സിലാവണമെന്നില്ല, ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ലെക്ചർ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആവും. Sign representation, there are 3 types. Number 1 is sign magnitude, right. ഇതിനകത്ത് രണ്ട് സീറോസിന്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് ആംബിഗ്യുവസ് ആണ്. ആംബിഗ്യുവസ് എന്ന് പറയുമ്പോൾ സ്ഥിരതയില്ല ഇതിന്, റൈറ്റ്. കാരണം സീറോന് രണ്ട് റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ഫോം ആണ്. ഇത് ആംബിഗ്യുവസ് ആണ്. ഇതിലും രണ്ട് സീറോന്റെ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് ആണ് നമ്മൾ ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ടൂസ് കോംപ്ലിമെന്റ് അൺആംബിഗ്യുവസ് ഇൻ നേച്ചർ ആണ്. കാരണം ഇതിൽ സീറോന്റെ ഒരൊറ്റ റെപ്രസെൻറ്റേഷനേ ഉള്ളൂ. Alright, so let us start what is unsigned numbers. Okay, so unsigned numbers എന്ന് പറയുമ്പോഴത്തേക്കും are type of number representation that only includes non-negative numbers, that is positive numbers മാത്രം റീപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അൺസൈൻഡ് റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 0 to 2 raised to n minus 1. ഓക്കെ, സോ ഇതെന്താന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കാം. സപ്പോസ് n ഈസ് ഈക്വൽ ടു 5 ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ 5 ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 5 ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സിനെ റീപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ 0 0 0 0 0 0 to 1 1 1 1 ഇത്രയും നമ്പേഴ്സ് നമുക്ക് റീപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈ 0 0 0 0 എന്ന് പറയുമ്പോൾ 0, 1 1 1 1 1 എന്ന് പറയുമ്പോൾ 31. സോ 0 to 31 പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്, റൈറ്റ്. സോ 0 to 31 നമ്പേഴ്സിന് നമുക്ക് റീപ്രസെന്റ് ചെയ്യാൻ പറ്റും യൂസിങ് n ഈസ് ഈക്വൽ ടു 5. സോ 5 ബിറ്റ്സ് വെച്ചിട്ട് ഇൻ അൺസൈൻഡ് നമ്പേഴ്സ്, അൺസൈൻഡ് റിപ്രസെന്റേഷനിൽ റേഞ്ച് എന്തായിരിക്കും? 0 to 2 raised to n minus 1. n എന്താണ്? നമ്പർ ഓഫ് ബിറ്റ്സ്. സോ n ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ നമുക്ക് 0 മുതൽ 31 വരെ, ദാറ്റ് മീൻസ് അതിനകത്ത് 24, 26, 25, 14, 13 ഇതെല്ലാം നമ്പേഴ്സ്. റിമെമ്പർ, നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് റീപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്. നൗ സൈൻ നമ്പേഴ്സ്, സൈൻ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്കറിയാം സൈൻ നമ്പർ റിപ്രസെന്റേഷനിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, ടൂസ് കോംപ്ലിമെന്റ് ഉണ്ട്. അതിൽ നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ആണ് ആദ്യം നോക്കുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് MST, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഉള്ള ബിറ്റ്, ഒരു എക്സ്ട്രാ മീനിങ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിന്റെ റേഞ്ച് -2 raised to n minus 1 to -1 to 2 raised to n minus 1 minus 1 എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സപ്പോസ് ഇങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റ്സിന്റെ പ്ലേസസ് എന്ന് വിചാരിക്കുക. സോ MSB ആണ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആൻഡ് LSB എന്ന് പറയുമ്പോൾ റൈറ്റ് മോസ്റ്റ് ബിറ്റ്. സപ്പോസ് ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് 0 0 0 0 0 0 1 0 0 0, റൈറ്റ്. സോ ഇതെന്തായിരിക്കും? ദിസ് ഈസ് കോൾഡ് ആസ് 8. ഇതിന്റെ നമ്മൾ കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുമ്പോൾ 8 ആണ്. MSB 0 ആണെങ്കിൽ, ശ്രദ്ധിക്കുക, MSB 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇനി എനിക്ക് -8 റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെ എഴുതും. പക്ഷെ MSB ഈ തവണ എന്ത് ചെയ്യും? ഞാൻ 1 ആക്കും. So when MSB is equal to 1, the number is negative. MSB 0 ആണെങ്കിൽ നമ്പർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, റൈറ്റ്.
സോ ഇതാണ് സൈൻഡ് നമ്പേഴ്സ് സൈൻ മാഗ്നിറ്റ്യൂഡ് റിപ്രസെൻറ്റേഷൻ ഫോം വരുന്നത്. നമുക്ക് നോക്കാം. ഇത് കണ്ട സി ആ ഒരു MSB ആണ് ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. സോ MSB എന്താണ് ഒരു എക്സ്ട്രാ മീനിങ് വരുന്നുണ്ട്. ഇഫ് MSB is 0 the number is positive, if MSB is 1 the number is negative. അപ്പോൾ MSB is only reserved for what? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പർ റിപ്രസെൻറ്റേഷന് വേണ്ടി. സോ സൈൻ മാഗ്നിറ്റ്യൂഡിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? നെഗറ്റീവ് നമ്പേഴ്സിനെയും കാണിക്കാൻ പറ്റും, പോസിറ്റീവ് നമ്പേഴ്സിനെയും കാണിക്കാൻ പറ്റും. ഓക്കെ. സോ പക്ഷേ ഇത് നമുക്കറിയാം ഇത് ആംബിഗ്യൂസ് ഇൻ നേച്ചറാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 0 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് രണ്ട് റീപ്രസെൻറ്റേഷൻ വരും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സപ്പോസ് n ഈസ് ഈക്വൽ ടു 3. നമ്മുടെ റേഞ്ച് എന്താണ്? -2 raised to n minus 1 minus 1 to 2 raised to n minus 1 minus 1. ദാറ്റ് മീൻസ് നമ്മൾ ഇതിനകത്ത് 3 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് -3 to 3 റിപ്രസെൻറ്റേഷൻ, റൈറ്റ്? -3 മുതൽ 3 വരെയുള്ള നമ്പേഴ്സ്, അത് ഇതൊക്കെയാണ്. -3 ഉണ്ട്, -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്. അഗെയിൻ സി, ഇത് ഞാൻ മിസ്റ്റേക്കൺലി എഴുതിയതല്ല. രണ്ട് സീറോസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സീറോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 2 3, റൈറ്റ്? സോ എങ്ങനെയാണ്? സി 0 1 2 3 അഗെയിൻ 0 -1 -2 -3 വരുന്നുണ്ട്. സോ സി 0 0 0ഉം 0 ആണ്, 1 0 0ഉം 0 ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ 0 0 0 ആൻഡ് 1 0 0ന് എന്തുണ്ട്? രണ്ട് റിപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. 0ന് രണ്ട് റിപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. 0 മുതൽ 3 വരെയുള്ള പാർട്ട് എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഇവിടെ എന്തായിരിക്കും? MSB 0. യു ക്യാൻ സി MSB എന്താണ്? സി നോക്കിക്കേ, MSB 0. MSB 0 വരുന്ന സ്ഥലം എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. MSB 1 വരുന്ന സ്ഥലം എന്തായിരിക്കും? എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, റൈറ്റ്? സോ അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ -0ഉം +0 -0 പോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇത് ആംബിഗ്യൂസ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇതിന് ഒരു സ്ഥിരതയില്ല, റൈറ്റ്? ബിക്കോസ് 0ന് തന്നെ രണ്ട് റിപ്രസെൻറ്റേഷൻ ആണ്. സോ ആ ഒരു ആംബിഗ്യൂറ്റി ഈ സൈൻ നമ്പർ സൈൻ മാഗ്നിറ്റ്യൂഡ് റിപ്രസെൻറ്റേഷനിൽ ഉണ്ട്. ഓൾറൈറ്റ്. സോ നൗ വൺസ് കോംപ്ലിമെന്റിൽ നമുക്ക് എങ്ങനെ നമ്പേഴ്സിനെ റിപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇതും ആംബിഗ്യൂസ് ഇൻ നേച്ചർ ആണ്. ഇതിനകത്തും 0ന് രണ്ട് റിപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. റേഞ്ച് -2 raised to n minus 1 minus 1 to 2 raised to n minus 1 minus 1 തന്നെയാണ്. സപ്പോസ് n is equal to 3 ആണ്. നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അഗെയിൻ -3 -2 -1 0 0 1 2 3 സെയിം തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്? 0 0 0 0 0 1 0 1 0 ആൻഡ് 3. ദെൻ നിങ്ങൾ നോക്കി ലാസ്റ്റ് തവണ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും യു ക്യാൻ സി 0 1 2 3 കഴിഞ്ഞിട്ട് 0 -1 -2 -3 ആണ്, റൈറ്റ്? പക്ഷേ വൺസ് കോംപ്ലിമെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 0 1 2 3 ദെൻ 1 0 0ന്റെ റിപ്രസെൻറ്റേഷൻ എന്താണ്? -3 ആണ്. 1 0 1 എന്ന് പറയുമ്പോൾ -2 ആണ്. 1 1 0 എന്ന് പറയുമ്പോൾ -1 ആണ്. -0 1 1 1 ആണ്, റൈറ്റ്? സോ MSB 0 ഉള്ള എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ, റൈറ്റ്? നെഗറ്റീവ് നമ്പേഴ്സ് MSB 1 ആയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ്? 0ന്റെ രണ്ട് റിപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1 is 0 0 0 ആൻഡ് അനദർ 1 is 1 1 1. സോ ഇതെന്തായിരിക്കും? ഇതും ഒരു ആംബിഗ്യൂസ് ഇൻ നേച്ചർ ആയിരിക്കും. ടൂസ് കോംപ്ലിമെന്റ് റിപ്രസെൻറ്റേഷനിൽ നമുക്ക് അത് അൺആംബിഗ്യൂസ് ഇൻ നേച്ചർ ആണ്. ഒരൊറ്റ റിപ്രസെൻറ്റേഷൻ ഓഫ് 0 ഉള്ളൂ. റേഞ്ച് -2 raised to n minus 1 to 2 raised to n minus 1 minus 1 ആണ്. സപ്പോസ് n is equal to 3 ആണ്. ഇതിന് നമ്മൾ റിപ്രസെൻറ്റേഷൻ കൊടുക്കുവാണെങ്കിൽ -3 -2 -1 0 1 2 3 ഇത്രേ വരുന്നുള്ളൂ, റൈറ്റ്? സോ യു ക്യാൻ സി 0 1 2 3 ഫസ്റ്റ് പോർഷൻ എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് പോർഷൻസ് എല്ലാം എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ്, വേറെ MSB is equal to 1, റൈറ്റ്? സോ ടൂസ് കോംപ്ലിമെന്റ് ഫോമിൽ എന്താണ്? അൺആംബിഗ്യൂസ് ഇൻ നേച്ചർ ആണ്. കാരണം എന്താണ്? ഒരൊറ്റ റിപ്രസെൻറ്റേഷൻ ഓഫ് 0 മാത്രമേ ഇവിടെ ഉള്ളൂ, റൈറ്റ്? സോ I hope you understood. So I hope you enjoyed this video and understood this video. See you in the next video. Thank you for watching.